തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന ആരോപണത്തിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പിന് കൈമാറും. ഉപകരണം കണ്ടെത്തി എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണ മുഴുവൻ ഡോക്ടർ ഹാരിസ് ഹസൻ ഉണ്ട് എന്ന് ഓരോ ദിവസവും വരുന്ന പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷഫീദ്, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. ജനകീയനായ ഒരു ഡോക്ടറെ സിസ്റ്റം അത് ക്രൂശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പ്രതിപക്ഷവും അതേപോലെ തന്നെ സാധാരണഗതിയിലുള്ള ആക്ഷേപമൊക്കെ ഉയർന്നിരുന്നു. ഡോക്ടർ ഹാരിസ് തറയ്ക്കലിന് വലിയ തരത്തിലുള്ള പിന്തുണയും കിട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അന്വേഷണം നടന്നു. ഹാരിസ് ഹസൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ അഭാവം തുറന്നു കാട്ടിയതിന് പിന്നാലെ ആരോഗ്യവകുപ്പിൽ അത് വലിയ ചലനങ്ങളുണ്ടാക്കി. പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതും വലിയ വിവാദമുണ്ടാവുകയും ഒടുവിൽ ഇന്നലെ വിവാദമായിട്ടുള്ള മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വകുപ്പ് തല അന്വേഷണം പൂർത്തിയായ റിപ്പോർട്ട് തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. കരട് റിപ്പോർട്ട് DME കൈമാറിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പിന് കൈമാറും. ഏതായാലും ഇത്രയും വിവാദമായ ഒരു പശ്ചാത്തലത്തിലും മാത്രവുമല്ല ഉപകരണം കാണാതായത് സംബന്ധിച്ച് ഇന്നലെ ഈ കൊറിയർ കമ്പനി അവരുടെ വിശദീകരണമടക്കം നൽകുകയും പിന്നാലെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ സാഹചര്യത്തിൽ ഹാരിസിനെതിരെ നടപടിക്കില്ല എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് നടപടി എടുക്കില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ഡോക്ടർമാരുടെ സംഘടനകളുമായി ആരോഗ്യവകുപ്പിന്റെ ചർച്ചയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഉറപ്പ് നൽകി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഏതായാലും ഈ തുടർവിവാദം ഒഴിവാക്കാൻ ആരെയും കുറ്റപ്പെടുത്താതെയുള്ള ഒരു സേഫ് റിപ്പോർട്ടായിരിക്കും കൈമാറുക. അന്തിമ റിപ്പോർട്ട് ഒരു സേഫ് റിപ്പോർട്ടായിരിക്കും എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധി കഴിഞ്ഞ ഡോക്ടർ ഹാരിസ് ഇന്ന് ജോലിയിൽ തിരികെ പ്രവേശിക്കും. മാത്രവുമല്ല ഇനി അടുത്ത ഇതിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ചർച്ചയാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയായി ഇരുവർക്കും വന്ന ഫോൺ കോൾ ഉണ്ട്. ആ ഫോൺ കോൾ വിളിച്ചത് ആരാണ്, എന്തായിരുന്നു ആ നിർദ്ദേശം, മാത്രവുമല്ല ആ നിർദ്ദേശം ഏതെങ്കിലും തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച ഇതിനോടകം ആരംഭിച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. ഇന്നലെ സൂപ്രണ്ടിൻ്റെയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെയും വാർത്താ സമ്മേളനം കണ്ടവർക്കറിയാം. ഈ വാർത്താ സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിൽ ഇവർ പറയുന്ന മണ്ടത്തരങ്ങളും ഒക്കെ കണ്ടിട്ട് ഏതോ ഒരു മേലുദ്യോഗസ്ഥന് വളരെ അമ്പരപ്പുണ്ടായി. അദ്ദേഹം മൊബൈൽ ഫോണിൽ വിളിച്ചു. പത്രസമ്മേളനം നടത്തി പരിചയമില്ലാത്തതുകൊണ്ട് ഈ വാർത്താലേഖകരെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എടുത്തു. അപ്പോൾ സാർ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയല്ല വാർത്താ സമ്മേളനം നടന്ന, ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന് എന്തൊക്കെയോ അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹത്തോട് വാർത്താലേഖയുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് മൊത്തം പണി പൂർണ്ണമായിട്ടും പാളി. മാത്രമല്ല ശരിക്കും അദ്ദേഹം അവിടെ ഒരു ബില്ല് പുതിയതായി വാങ്ങിച്ചിട്ട് ഈ സാധനം അവിടെ കൊണ്ടുവച്ചു എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്ന പ്രിൻസിപ്പലിൻ്റെ പ്രയോഗവും ചീറ്റി. ഇങ്ങനെയൊന്നും ഒരു ഡോക്ടറെ, അതും ഇത്രയും രോഗികളുടെ കൂറുള്ള ഒരു ഡോക്ടറെ കുരുക്കാൻ, അങ്ങനെ ഒരു ഡോക്ടറല്ലേ ഈ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ, ഇവരൊന്നും ശ്രമിക്കരുത്. ഇവരുടെയൊക്കെ ഈ വേണ്ടാത്ത ഒരു എക്സർസൈസ് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.